Hi folks, 2026 Legacy Lectures. സോ എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ പറ്റ ഒരു കാര്യമായിരുന്നു ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് നോർമലി ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ് നിങ്ങൾ കാണുന്നത്. ആക്ച്വലി ഒരു സസ്പെൻഷൻ ബ്ലോക്ക് ആണ്. സസ്പെൻഷൻ ബ്ലോക്ക് എന്ന് വെച്ചാൽ സസ്പെൻഷൻ ബ്ലോക്കിന്റെ മേളിലും താഴെയും ഒരു വോളിയം ഇംബാലൻസ് ഉണ്ടായിരിക്കും. വോളിയം ഇംബാലൻസ് എന്ന് വെച്ചാൽ ഈ ഒരു ഗ്യാപ്പ് വോളിയം ഇംബാലൻസ് ആണ്, ഈ ഒരു ഗ്യാപ്പ് വോളിയം ഇംബാലൻസ് ആണ്, ഈ ഒരു ഗ്യാപ്പ് വോളിയം ഇംബാലൻസ് ആണ്, ഈ ഒരു ഗ്യാപ്പ് വോളിയം ഇംബാലൻസ് ആണ്. സോ ഗ്യാപ്പ് കാണും, പക്ഷെ അവിടെ വിക്സ് പ്രസന്റ് ആയിരിക്കും. സോ ഇവിടെ നമുക്ക് മേളിലും താഴെയും ഓരോ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി വോയിഡ് ആണ്. ഞാനതൊരു മാർക്ക് ചെയ്ത് വെക്കാം. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി വോയിഡ് ആണ്. എന്ന് വെച്ചാൽ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ലിക്വിഡിറ്റി വോയിഡ് എന്ന് വെച്ചാൽ അവിടെ ട്രേഡിംഗ് നടന്നിട്ടേ ഇല്ല. സോ അതിനെയാണ് ലിക്വിഡിറ്റി വോയിഡ് എന്ന് വിളിക്കുന്നത്. സോ ഇതൊരു ലിക്വിഡിറ്റി വോയിഡ് ആണ്. പക്ഷെ ആ ഒരു സെയിം ഇത് നമുക്ക് ഈ ഒരു ഏരിയയിൽ വരുവാണെങ്കിൽ അതൊരു വോളിയം ഇംബാലൻസ് ആണ്. വോളിയം ഇംബാലൻസിൽ നമുക്ക് ട്രേഡിംഗ് നടന്നിട്ടുണ്ട്, പക്ഷേ കാൻഡലിന്റെ ബോഡീസിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റ്സിൽ പോയി സെർച്ച് ചെയ്താൽ മതി. ഇന്ത്യൻ മാർക്കറ്റ്സിലെ ഡെയിലി ചാർട്ടിൽ ഫുൾ വോളിയം ഇംബാലൻസസും ലിക്വിഡിറ്റി വോയിഡ്സും ആണ്. സോ വോളിയം ഇംബാലൻസ്, മേളിൽ ലിക്വിഡിറ്റി വോയിഡ്. അപ്പൊ ഇതാണ് ഒരു സസ്പെൻഷൻ ബ്ലോക്ക്. ഈ ക്യാൻഡിൽ ഫെയർ വാല്യൂ ഗ്യാപ്പും ആണ്. ഇത് എക്സാക്ട്ലി സസ്പെൻഷനിലാണ് ഈ ബ്ലോക്ക്. സോ ഇതാണ് ഞാൻ ലാസ്റ്റ് ഡേ പറയാൻ വിട്ടുപോയ ഒരു കാര്യം. സോ നമുക്ക് ട്രേഡിലേക്ക് നോക്കാം. ലൈക്ക് ഈ ട്രേഡ് നമുക്ക് 2022 മോഡൽ വെച്ച് നമുക്ക് ചെയ്യാമായിരുന്നു. അതേപോലെ നമുക്ക് ഒരുപാട് രീതിസ് ഉണ്ടായിരുന്നു. ഞാൻ പക്ഷെ നമ്മളെ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് നമ്മുടെ പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അല്ലെങ്കിൽ കുറച്ച് അഡ്വാൻസ്ഡ് സ്റ്റുഡൻസിന് ബേസിക് ട്രേഡ് എടുക്കാൻ അറിയാവുന്ന ഇനിയും ഇൻഡെപ്ത് ആയിട്ട് നോളജ് വേണ്ട സ്റ്റുഡൻസിന് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണിത്. അതാണിത് ലെഗസി ലെക്ചേഴ്സ്. സോ ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ഇംബാലൻസ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ ഞാൻ ഒരു പുതിയ PDRI ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്, ഒരു പുതിയ ഇംബാലൻസിന്റെ രീതി ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ക്യാൻഡലിന്റെ ഹൈ തൊട്ട് ഈ ഒരു വോളിയം ഇംബാലൻസ് വരാണ് ഈ ഒരു ഗ്യാപ്പ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ക്യാൻഡലിന്റെ ഹൈ തൊട്ട് ഈ ഒരു ക്യാൻഡലിന്റെ വോളിയം ഇംബാലൻസ് വരെ. നോർമലി ഇംബാലൻസസ് ഈ ഒരു ക്യാൻഡലിന്റെ ഹൈ തൊട്ട് ദാ ഇവിടെ വരാണ് ഒരു ഇംബാലൻസ് വരുന്നത്. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു ഇംബാലൻസ് മാർക്ക് ചെയ്തിരിക്കുന്നതും ഈ ഒരു ക്യാൻഡലിന്റെ വിക്ക് തൊട്ട് ഈ ഒരു വോളിയം ഇംബാലൻസ് വരാണ് ഇത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതൊരു പുതിയ PDRI ആണ്. നമുക്ക് ഇംബാലൻസ് എന്ന് തന്നെ വിളിക്കാം, ഫെയർ വാല്യൂ ഗ്യാപ്സ് എന്ന് തന്നെ വിളിക്കാം. പക്ഷെ ഇതൊരു പുതിയ വേ ഓഫ് ലുക്കിംഗ് ഇൻ ടു PDRIs ആണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ബേസിക് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ്. ഞാൻ അതൊരു പുതിയ രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് മേളിലോ താഴെ ഏതെങ്കിലും ഒരു ഇംബാലൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ കണക്ക് കൂട്ടി നമുക്ക് നമ്മുടെ ലൈക്ക് അത് മാർക്ക് ചെയ്ത് നമുക്ക് അത് റെഫറൻസ് പോയിന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഞാൻ ഈ ഒരു ലൈക്ക് ഇതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്. പക്ഷെ നമുക്കൊരു ബിഗിനേഴ്സിന്റെ കാര്യം നമുക്കൊന്ന് പെട്ടെന്ന് സോൾവ് ചെയ്ത് വിടാം. നമുക്ക് ഈ ഒരു ട്രേഡ് നോക്കുവാണെങ്കിൽ നമ്മളൊരു പ്രീവിയസ് ഡേ ഹൈ മാർക്കറ്റ് എടുത്തു. ആ പ്രീവിയസ് ഡേ ഹൈ എടുത്തത് ഒരു ഇംബാലൻസിലായിരുന്നു. ബിഗിനേഴ്സിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പ്രീവിയസ് ഡേ ഹൈ എടുത്തു, ഒരു ഇംബാലൻസ് ടാപ്പ് ചെയ്തു, റിവേഴ്സൽ നടന്നു, സെൽ ഓഫ്. ഓക്കെ, അവർക്ക് ലൈക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് കാണുമായിരിക്കും, ഏഷ്യൻ സെഷന്റെ ലോയോ വേറെ ഏതെങ്കിലും ഒരു റെഗുലർ ട്രേഡിംഗ് അവറിന്റെ ഓപ്പണിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു പോയിന്റ് കാണുമായിരിക്കും. ആ ഒരു പോയിന്റിലാണ് ട്രേഡ് അവസാനിച്ചത്. നമുക്കിനി കുറച്ചുകൂടെ അഡ്വാൻസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഞാൻ ഇന്നിപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇംബാലൻസിന്റെ രീതി വെച്ച് നമ്മൾ ഇവിടം വരെ നമ്മുടെ ഇംബാലൻസ് മാർക്ക് ചെയ്യുന്നു. നമ്മൾ എന്നിട്ട് ഈ ഒരു ഇംബാലൻസ് നോക്കുവാണെങ്കിലും സെയിം ലോജിക്കാണ്. പ്രീവിയസ് ഡേയുടെ ഹൈ എടുത്തു, നമുക്ക് അവിടുന്ന് റിവേഴ്സൽ നോക്കി 2022 ബേസിക് മോഡൽ. സോ ഞാൻ ഈ ഒരു മാർക്കിംഗ് റിമൂവ് ചെയ്യുകയാണ്. നമുക്ക് ഇനി ഒരു അഡ്വാൻസ്ഡ് രീതിയിൽ നോക്കാം. സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക്, ലെഗസി ലെക്ചർ 1 പറഞ്ഞ കണക്ക്, നമുക്ക് സ്വിംഗ് പോയിന്റിന് മുമ്പുള്ള ആ ഒരു ഇംബാലൻസ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഒരു സെൻസിറ്റീവ് ഏരിയ ആണ്. എന്തുകൊണ്ട് ഞാൻ ഇത് ചൂസ് ചെയ്തു? ലെഫ്റ്റ് സൈഡിൽ ഇംബാലൻസസ് ആയിരുന്നു കുറച്ചുകൂടെ സെൻസിറ്റീവ്, ആണ് കുറച്ചുകൂടെ സെൻസിറ്റീവ്. സോ ആ ഒരു ഇംബാലൻസ് ആണ് ഞാൻ അവിടെ ചൂസ് ചെയ്തത്. സോ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു സ്വിംഗ് ഹൈ ഫോർമേഷൻ കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്വിംഗ് ഹൈ ഫോർമേഷൻ ഉണ്ടായിരുന്ന ഒരു ഫസ്റ്റ് ഇംബാലൻസ്, ഈ ഒരു ഇംബാലൻസ് ആണ് ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, IFVG, ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ്. സോ ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്സ് ഞാൻ മാർക്ക് ചെയ്യുന്ന വൈറ്റ് കളർ വെച്ചിട്ടാണ്. അപ്പൊ എന്റെ ചാർട്ടിൽ നിങ്ങൾ വൈറ്റ് കളർ കണ്ട അത് ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ്. സോ ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണിത്. സോ ഈ വിക്കിന്റെ ഹൈ തൊട്ട് ഈ ഒരു വോളിയം ഇംബാലൻസ് വരെ. സോ ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്സിന് എൻട്രി പ്ലേസ് ഉണ്ടെങ്കിൽ വെച്ചാൽ മാർക്കറ്റ് റിവേഴ്സ് ആയി എന്ന് കാണുവാണെങ്കിൽ നമ്മൾ ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ 50%ലായിരിക്കും നമ്മൾ എൻട്രി പ്ലേസ് ചെയ്യുന്നത്. ലൈക്ക് ഇതൊരു ആക്ച്വൽ എൻട്രി അല്ല, ഇത് ഡെയിലി ചാർട്ട് ആണ്. നമ്മുടെ ലോവർ ടൈം ഫ്രെയിംസിലും സെയിം ലോജിക് ആണ് വർക്ക് ആവുന്നത്.
സോ ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്സിന്റെ 50% നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങളുടെ എൻട്രീസ് പ്ലേസ് ചെയ്യാം. കാരണം ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്സിനെ ഭയങ്കരമായിട്ട് ബ്രേക്ക് ചെയ്താണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. മാർക്കറ്റ് ബെയറിഷ് ആണ് അല്ലെങ്കിൽ ബുള്ളിഷ് ആണ്. നിങ്ങൾ ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് കറക്റ്റ് ആണെങ്കിൽ ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഭയങ്കരമായിട്ട് സ്പീഡിൽ ബ്രേക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ ഒരു റീടെസ്റ്റ് 1-2 വരത്തേ ഉള്ളൂ, അതിനുള്ളിൽ മാർക്കറ്റ് സ്ഥലം വിട്ടിരിക്കും. ഓക്കെ, സോ ഈ ഒരു ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് ലെഫ്റ്റ് സൈഡിലെ കർവ് ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലെ കർവ് ചൂസ് ചെയ്യുന്ന ബിഗിനേഴ്സ് ആണ്. ബിഗിനേഴ്സിന് അത് വെച്ച് ട്രേഡ് എടുത്ത് സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ മോഡൽ ചേഞ്ച് ചെയ്യേണ്ട. ഞാൻ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവർക്ക് പറയുവാണ്. സോ അവർ ആൽഗോരിതം ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. മാർക്കറ്റ് ഡെലിവറി ആൽഗോരിതം സ്റ്റിൽ സെയിം ആണ്. നമ്മുടെ ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇതാണ്. ഇതൊരു സ്വിംഗ് ലോ ആണ്. ആ ഒരു സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്തു. നമുക്ക് റിവേഴ്സൽ ഇല്ല, നമുക്ക് ബ്രേക്ക് ചെയ്തു. സോറി, നമുക്ക് കണ്ടിന്യൂഷൻ ഇല്ല, നമുക്ക് ബ്രേക്ക് ചെയ്തു. നമ്മുടെ ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് എൻട്രി കിട്ടി, നമ്മൾ മാർക്കറ്റ് താഴോട്ട് പോയി. സോ എനിക്ക് പറയാനുള്ളത് ഇതാണ് നമ്മുടെ സ്വിംഗ് ഹൈ. ഓക്കെ, ഒരു ലെഫ്റ്റിൽ ഒരു എന്താ പറയാ ഒരു ലോവർ ഹൈ ഉണ്ട്, റൈറ്റിൽ ഒരു ലോവർ ഹൈ ഉണ്ട്, മിഡിലെ ഹൈ ആണ് സ്വിംഗ് ഹൈ. ഇവിടുത്തെ വോളിയം ഇംബാലൻസ് അത് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് കുറച്ചുകൂടെ എഞ്ചിനീയറിംഗ് ലെവലിലോട്ട് നോക്കാം. ഞാൻ ഇതിന്റെ പഠിപ്പിക്കാനായിട്ടുള്ള ഇതിലായിട്ട് നമുക്കൊരു കാണാൻ പറ്റുന്ന കളർ വയ്ക്കാം. സോ ഈ ഒരു ഈ ഒരു ഇംബാലൻസിലേക്ക് കറക്റ്റ് പ്രൈസ് അതിന്റെ എക്സാക്ട് 50% ടാപ്പ് ചെയ്തില്ല, ജസ്റ്റ് ഒരു ടിക്ക് താഴെയാണ് ടാപ്പ് ചെയ്തിരിക്കുന്നത്. ഇതാണ് പ്രിസിഷൻ ലെവൽ എൻട്രി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഡ്രോ ഡൗൺ ഇല്ല, ഇവിടെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വളരെ ടൈറ്റ് ആയിട്ട് വെക്കാം. പക്ഷെ ഇവിടുത്തെ ഒരു സിനാരി എന്ന് വെച്ചാൽ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ഡിസംബർ ഒക്കെ കഴിഞ്ഞ് മാർക്കറ്റ് ഓപ്പൺ ആയി, ന്യൂ ഇയറിന് മാർക്കറ്റ് ഓപ്പൺ ആയതേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമുക്ക് ആ ഒരു പ്രിസിഷൻ മാർക്കറ്റിൽ തിരിച്ച് കിട്ടിയിട്ടില്ല. സോ 50% വന്നിട്ടില്ല. സോ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ കറക്റ്റ് 50% ഡ്രോ ഡൗൺ വേണ്ട എന്നുള്ള രീതിയിൽ 50% നമ്മൾ എൻട്രി വെച്ചിരുന്നെങ്കിൽ നമുക്കത് ഫില്ല് ആവത്തില്ലായിരുന്നു. കാരണം ഫ്യൂച്ചേഴ്സിൽ സ്പ്രെഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഫില്ല് ആവത്തില്ലായിരുന്നു. സോ നമുക്കത് ലോവർ ടൈം ഫ്രെയിംസിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു എൻട്രി നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമായിരുന്നു കാണിക്കാം. പക്ഷേ ഈ ഒരു എക്സാക്ട് പ്രിസിഷനിൽ നമുക്കൊരു പോയിന്റ്, ഒരു ടിക്ക് നമുക്കൊരു ലോസ്, ലൈക്ക് ഒരു ടിക്കിന് നമുക്ക് ആ ഒരു എൻട്രി മിസ്സായി. നമുക്ക് നമ്മുടെ പ്രിസിഷൻ എയിം ചെയ്യുന്നവർക്ക് ഇത് മനസ്സിലാവും എത്രത്തോളം ഈ ഒരു ടിക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന്. സോ അതാണ് ഈ ഒരു ഇംബാലൻസ് ലെഫ്റ്റ് സൈഡ്. ഈ ഒരു ഇംബാലൻസ് നമുക്ക് ഫ്യൂച്ചറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചേക്കാം. കാരണം ഈ ഒരു ഇംബാലൻസ് നമുക്ക് ഫ്യൂച്ചറിലേക്ക് ആവശ്യമുള്ള ഒരു വളരെ വേണ്ട ഒരു റെഫറൻസ് പോയിന്റ് ആണ്. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ലെഗസി ലെക്ചറിലെ ഫുൾ ടോപ്പിക്കും. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇംബാലൻസ് അല്ലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ചൂസ് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ സസ്പെൻഷൻ ബ്ലോക്കിലായിരുന്നു നമ്മുടെ ഓവറോൾ ട്രേഡിങ് നടന്നിരുന്നത്. എനിക്ക് ഇനി പറയാനുള്ളത്, നമുക്ക് സസ്പെൻഷൻ ബ്ലോക്കിന് മുമ്പുള്ള ഒരു കാര്യം എന്താണ്? നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ സസ്പെൻഷൻ ബ്ലോക്കിന് മുമ്പുള്ള ഒരു കാര്യം, നമുക്ക് ഈ ഒരു വിക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു വിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വരുന്നൊരു വിക്കാണ് ഈ ഒരു വിക്ക്, ഈ ഒരു ക്യാൻഡലിന്റെ വിക്ക്. ഞാൻ ഈ ഒരു റേഞ്ച് മാറ്റുവാണ്. നമുക്ക് ഈ ഒരു ക്യാൻഡലിന്റെ വിക്ക് ഞാൻ ഈ സസ്പെൻഷൻ ബ്ലോക്ക് ഒന്ന് ഷോർട്ട് ചെയ്യുവാണ്. ഈ ഒരു ക്യാൻഡലിന്റെ വിക്ക്, ആ ഒരു ക്യാൻഡലിന്റെ കറക്റ്റ് നമ്മൾ ഇവിടുന്ന് 1 സ്റ്റാർട്ട് ചെയ്തു, ഇവിടുന്ന് 0 വെച്ചു, കറക്റ്റ് 75%, ആ വിക്കിന്റെ കറക്റ്റ് 75%-ലാണ് പ്രൈസ് വന്ന് സ്റ്റോപ്പ് ആയത്. എന്നിട്ടാണ് മാർക്കറ്റ് മുകളിൽ പോയി ക്ലോസ് ചെയ്തത്. ഗൈസ്, നിങ്ങൾക്ക് ബൈയിങ് ആൻഡ് സെല്ലിംഗ് പ്രഷർ എന്ന് പറയുന്നവർക്ക് ഒരിക്കലും ഇത്രയും പ്രിസിഷനോടെ മാർക്കറ്റ് റീഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു പോയിന്റ് കറക്റ്റ് എൻ്റെ ഈ പ്രീവിയസ് വിക്കിന്റെ 75%-ൽ വന്നിട്ട് കറക്റ്റ് മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സ് ആയി. എന്തോ ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോ എല്ലാ ബൈയേഴ്സും കൂടെ വന്നിട്ട് നമുക്ക് ബൈ ചെയ്യാം എന്നും പറഞ്ഞ് ബൈ ചെയ്ത് മാർക്കറ്റ് പുഷ് ചെയ്ത് മേളിൽ കയറ്റിയതല്ല. ഈ ഒരു എക്സാക്ട് പോയിന്റിൽ മാർക്കറ്റ് റിവേഴ്സ് ആവാൻ ഒരു സ്പെസിഫിക് റീസൺ ഉണ്ട്. അത് ഈ നമ്മുടെ പ്രീവിയസ് വിക്കിന്റെ 75% ആയിരുന്നു. മാർക്കറ്റ് അവിടെ വരെ വന്നു, അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയി. സോ ഇതൊരു ആൽഗോരിതമിക് സിഗ്നേച്ചർ ആണ്. ആൽഗോരിതം ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു സിഗ്നേച്ചർ ആണ്. ഇതൊരു ആൽഗോരിതമിക് സിഗ്നേച്ചർ ആണ്. ഇവിടെ നമുക്ക് ഒരു ടിക്കിന് നമ്മുടെ പ്രിസിഷൻ മിസ്സായി. ഇവിടുന്ന് ആ ഒരു മിസ്സായ ടിക്കിന്റെ പ്രിസിഷൻ നമുക്ക് ലോസ് ആയത് ഈ ഒരു ടിക്കിൽ നിന്നാണ്. ഈ ഒരു 75%-ന്റെ ഒരു ടിക്ക് ഓവർ ആയിട്ട് സ്പെൻഡ് ചെയ്തു. ആ ഒരു ഓവർ സ്പെൻഡ് നമുക്ക് ഇവിടെ ആയിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ ഒരു ടിക്കിന് നമ്മുടെ എൻട്രി മിസ്സായി. ഈ ഒരു ടിക്കിന് നമ്മുടെ ഓവർ എക്സിറ്റ് ആയി. ഓക്കെ, സോ നമ്മൾ ലോവർ ടൈം ഫ്രെയിംസിലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഒരു ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ്. ആ ഒരു ഇൻവേർഷൻ ഞാൻ പറഞ്ഞില്ലേ, ലൈക്ക് നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ നമുക്കൊരു എൻട്രി കിട്ടിയില്ലെങ്കിലും, ആ ഒരു 50%-ൽ വന്നിട്ടില്ല, നമുക്കൊരു എൻട്രി കിട്ടിയില്ലെങ്കിലും നമുക്ക് ലോവർ ടൈം ഫ്രെയിംസിൽ വരുമ്പോൾ നമുക്ക് എൻട്രി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ അതിന് മുമ്പ് അഡ്വാൻസ്ഡ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതൊരു സ്വിംഗ് ഹൈ ആണ്.
കാരണം ഇതിന് ലെഫ്റ്റിൽ ഒരു ലോ ഉണ്ട്, റൈറ്റിൽ ഒരു ലോ ഉണ്ട്. നിങ്ങൾ ഇന്റർനെറ്റിൽ സ്വിംഗ് ഹൈസിനെ കുറിച്ചും സ്വിംഗ് പോയിന്റ്സിനെ കുറിച്ചും എന്ത് വീഡിയോസ് കണ്ടാലും ഇറ്റ് ഡസൻ മാറ്റർ. ഇതൊരു സ്വിംഗ് ഹൈ ആണ്, അതേപോലെ ഇതൊരു സ്വിംഗ് ലോ ആണ്. ലോ ഒരു എന്താ പറയാ ഹയർ ലോയും അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ട് ഇതൊരു സ്വിംഗ് ലോ ആണ്. ഈ ഒരു സ്വിംഗ് ലോനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ്, എന്നിട്ട് അത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ 2022 മോഡൽ വർക്ക് ആവുന്നത്. യാ 2022 മോഡൽ വർക്ക് ആവുന്നത് ഈ ഒരു സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്ത്. ഈ ഒരു സ്വിംഗ് ലോ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനകത്തുള്ള ഒരു സ്വിംഗ് ലോ ആണ്. ആ ഒരു സ്വിംഗ് ലോ ഡിസ്പ്ലേസ്മെന്റിൽ ബ്രേക്ക് ചെയ്തു, തിരിച്ച് മുകളിൽ പോയി ആ ഒരു ബ്രേക്ക് ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നമ്മൾ എൻട്രി ചെയ്തിട്ട് അതുകൊണ്ടാണ് ആ ഒരു സ്വിംഗ് ലോ ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് ആ ഒരു സ്വിംഗ് ലോ ആയത്. ഈ ഒരു സ്വിംഗ് ഹൈ ആവാൻ കാരണം നിങ്ങളത് ഇങ്ങനത്തെ സ്വിംഗ് ഹൈസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുക. നമ്മുടെ അഡ്വാൻസ് സ്റ്റുഡൻസിനുള്ളതാണ്. സോ ഇവിടെ എൻട്രി കിട്ടാത്തവർക്ക് നമുക്ക് ഇവിടെ എൻട്രി കിട്ടും. ആ ഒരു എൻട്രി കിട്ടുന്നത് നമുക്കൊരു ഈ ഒരു പോയിന്റ് നമുക്ക് എന്താ പറയാ നമ്മുടെ ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന വേറൊരു എൻട്രി ആണ്, വേറൊരു എക്സിറ്റ് ആണ് നമ്മുടെ റെഗുലർ ട്രേഡിംഗ് അവറിന്റെ എക്സിറ്റ്. സോ റെഗുലർ ട്രേഡിംഗ് അവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ഡേ സെറ്റിൽമെന്റ് തൊട്ട് നമ്മുടെ 9:30 ഓപ്പണിംഗ് വരെയുള്ള ആ ഒരു ഗ്യാപ്പ് ആണ്. ആ ഒരു ഗ്യാപ്പിന്റെ 50% നമുക്ക് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 50% നമുക്കൊരു എന്താ പറയുക റണ്ണർ അപ്പ് ഒരു പാർഷ്യൽസ് എടുത്തതിന് ശേഷം ബാക്കി കോൺട്രാക്ട്സ് ലീവ് ചെയ്ത് ആ ഒരു 50%-ൽ നമുക്ക് നമ്മുടെ ട്രേഡ് ക്ലോസ് ചെയ്യാം. സോ നമുക്ക് തിരിച്ച് ഇലക്ട്രോണിക് ട്രേഡിംഗ് അവറിൽ തന്നെ വരാം. സോ എനിക്കിവിടെ പറയാനുള്ളത് ഈ ഒരു ഫസ്റ്റ് പെർസെന്റേജ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നമുക്കിപ്പം ഒരു ലിക്വിഡിറ്റി എടുത്തു, തിരിച്ചും വന്ന് നമുക്കൊരു സെക്കൻഡറി ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ഈ മാർക്ക് വെച്ചിരിക്കുന്ന ഈ ഒരു ഗ്രീൻ ലൈനും ഒരു ലിക്വിഡിറ്റിയാണ്, നമ്മുടെ ലണ്ടന്റെ ഹൈ ആണ്. സോ തിരിച്ചും വന്ന് ലിക്വിഡിറ്റി എടുത്തു, നമുക്ക് സെഷൻ ലിക്വിഡിറ്റിയും എടുത്തു, നമ്മുടെ പ്രീവിയസ് ഡേ ലിക്വിഡിറ്റി എടുത്തു. തിരിച്ചും മാർക്കറ്റ് റിട്രേസ് ആയി ലിക്വിഡിറ്റിയിലേക്ക് ഈ ഒരു ക്യാൻഡിലെ ലിക്വിഡിറ്റി എടുത്തു. സോ ഇത്രയും പ്രാവശ്യം റിട്രേസ് ആയ സ്ഥിതിക്ക് പിന്നെ നമുക്ക് വേണ്ടത് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ആവണം, റോൾ ഓവർ ആവണം, അങ്ങനത്തെ ഒരു സിനാരിയോ ആണ്. സോ അതിനുശേഷം നമുക്കുണ്ടായിരുന്ന റെസിസ്റ്റൻസ് ഈ ഒരു റെസിസ്റ്റൻസ് ആണ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരുന്നു അടുത്ത റെസിസ്റ്റൻസ്. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എനിക്ക് നമ്മൾ പാസ് ചെയ്യുന്ന ക്യാൻഡിൽസ് മാത്രം കണ്ടാൽ മതി. തിരിച്ചൊരു റിട്രേസ്മെന്റോ ആ ഒരു റിട്രേസ്മെന്റിൽ നമുക്ക് ക്യാൻഡിൽസ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനകത്ത് ക്ലോസ് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു, അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഫോൾ ഡൗൺ ആണ് മാർക്കറ്റ്. നമ്മുടെ ഇനിഷ്യൽ കൺസോൾട്ടേഷന്റെ ലോ എടുത്തു. ഞാൻ പറഞ്ഞ ടാർഗറ്റ് ഒബ്ജക്റ്റീവ് നമ്മുടെ റെഗുലർ ട്രേഡിംഗ് അവറിന്റെ 50% ആയിരുന്നു നമ്മുടെ ടാർഗറ്റ്. സോ 50% വരെ ടാർഗറ്റ് വന്നു. എനിക്ക് ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചില സിനാരിയോസ് നിങ്ങൾ ഈ ട്രേഡ് ചെയ്യുന്നവർക്ക് കാണാൻ നമുക്ക് ആ ഒരു ട്രേഡ് ചെയ്യുന്നവർക്ക് ആ ഒരു ഇത് ഓർമ്മ വരുമായിരിക്കും. നമ്മുടെ പ്രോഫിറ്റ് ടാർഗറ്റിന്റെ അടുത്ത് എക്സാക്ട്ലി പ്രൈസ് വന്നു നിന്നിട്ട് നമ്മൾ ആ ഒരു പ്രോഫിറ്റ് ടാർഗറ്റ് ടച്ച് ചെയ്യാതെ തിരിച്ചൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവുന്നു. ആ ഒരു സിനാരിയോ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു സിനാരിയോയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആ ഒരു സിനാരിയോയിൽ മെന്റലി എന്തെങ്കിലും ഒരു സ്ട്രെസ് ഫീൽ ചെയ്യുവാണെങ്കിൽ, നിങ്ങൾക്ക് അത് ആ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യാൻ ഫീൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ട്രേഡ് ക്ലോസ് ചെയ്യേണ്ട. നിങ്ങൾക്കൊരു പാർഷ്യൽസ് എടുക്കാം, 1-2 കോൺട്രാക്ട്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു 10-20% ഓഫ് ദ പൊസിഷൻ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം. ഒരു പാർഷ്യൽ എടുക്കാം, സ്റ്റോപ്പ് ലോസ് ഒന്ന് ലോവർ ചെയ്യാം. എന്നിട്ട് നമുക്ക് മാർക്കറ്റ് നമ്മുടെ ട്രേഡ് നമുക്കൊരു A to B നമുക്ക് ഫിക്സ്ഡ് ആണ്. നമുക്ക് ഇൻസെപ്ഷൻ ടു ടെർമിനസ് നമ്മൾ ഫിക്സ്ഡ് ആണ്. ഇൻസെപ്ഷൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ പോയിന്റിൽ ഇൻസെപ്ഷൻ ഇതാണ് നമ്മുടെ A. നമ്മുടെ ടെർമിനസ് എന്ന് പറയുന്നത് ഈ ഒരു 50% ആണ്. ഇതാണ് നമ്മുടെ B. സോ ഈ ഒരു ടെർമിനസ് വരെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് ടെൻഷൻ തന്നു, അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് സ്ട്രെസ് ചെയ്തു, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻസ് വരുവാണെങ്കിൽ നമുക്ക് അവിടെ പാർഷ്യൽസ് എടുത്തിട്ട് ബാക്കിയുള്ള പൊസിഷൻ നമുക്ക് നമ്മുടെ ടേക്ക് പ്രോഫിറ്റ് ഒരു റൺ ചെയ്യാൻ വിടാം. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി ഒരു ഇത് ഫുൾഫിൽ ആവും. കാരണം നിങ്ങളുടെ ടേക്ക് പ്രോഫിറ്റ് അടിച്ചു. നിങ്ങൾക്ക് ടേക്ക് പ്രോഫിറ്റ് ഇൻ കേസ് അടിച്ചില്ല എങ്കിലും നിങ്ങളുടെ എന്താ പറയാ നിങ്ങൾക്ക് പാർഷ്യൽസ് കിട്ടി. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസും വളരെ ലോവർ ആയിട്ട് നിങ്ങൾ ട്രെയിൽ ചെയ്ത് താഴെ കൊണ്ട് വന്നത് കൊണ്ട് നമുക്ക് വളരെ വലിയൊരു ലോസും ഉണ്ടായില്ല. സോ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ക്യാൻഡിൽസ് ബോഡി ക്ലോസ് നമുക്ക് വന്നില്ല. അതേപോലെ നമുക്ക് ഇനിഷ്യൽ കൺസോൾട്ടേഷൻ നമ്മുടെ 9:30 to 10 o'clock റേഞ്ച്, ആ ഓപ്പണിംഗ് റേഞ്ചിൽ നമുക്ക് ഭയങ്കര സ്പീഡിൽ ബ്രേക്ക് ഡൗൺ ആവണമായിരുന്നു. തിരിച്ച് ആ ഒരു റേഞ്ചിൽ സപ്പോർട്ട് എടുക്കാൻ ഒരു ക്യാൻഡിൽ വന്നു, പക്ഷെ ആ ഒരു ക്യാൻഡിൽ അവിടെ ടച്ച് ചെയ്തില്ല. അപ്പൊ നമുക്ക് മനസ്സിലാവേണ്ടത് നമ്മുടെ ഷുവർ ആയിട്ട് നമ്മുടെ ടേക്ക് പ്രോഫിറ്റ് അവിടെ അടിക്കും. കാരണം മാർക്കറ്റ് അത്രയ്ക്ക് ഹെവി ആണ്, ബെയറിഷ് ആണ്. സോ തിരിച്ച് അവിടെ വന്ന് നമ്മളെ ടാർഗറ്റ് അടിച്ചു.
ഞാൻ ഇപ്പോൾ റെഗുലർ ട്രേഡിംഗ് അവറിന്റെ മാർക്കിങ്സ് മാറ്റുവാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ റെഗുലർ ട്രേഡിംഗ് അവറിന്റെ മാർക്കിങ്സ് സ്റ്റഡി ചെയ്യേണ്ടവർക്ക് കാണാം. ആ റെഗുലർ ട്രേഡിംഗ് അവറിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ ഒരു ടിക്ക് വരെ വന്നിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിരിക്കുന്നത്. അതേപോലെ ആ ഒരു റെഗുലർ ട്രേഡിംഗ് അവർ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് എവിടം വരെ വന്നെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ വിക്കിന്റെ പക്ക 75% മാർക്കറ്റ് വന്നിട്ട് റിവേഴ്സ് ആയിരിക്കുന്നത്. ആ ഒരു ഏരിയയിലോട്ട് തിരിച്ചു വരാം. സോ ഈ ഒരു എൻട്രി മിസ്സായവർക്ക് പിന്നീടുള്ള എൻട്രി എവിടാണ്? ഓക്കെ, ഈ ഒരു എൻട്രി മിസ്സായവർക്ക് നമുക്ക് ഒരു ടെർമിനസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എവിടെ എൻട്രി ചെയ്യാം? ഇതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ഒരു എൻട്രി മിസ്സായവർക്ക് ഈ ഒരു ടെർമിനസ് വരാം. പ്രൈസ് അപ്പോൾ അവിടം വരെ വന്നിട്ടില്ല, ട്രേഡ് ആയിട്ടില്ല നോക്കിയോ, ഈ ഒരു ടെർമിനസ് വരാം. എവിടം വരെയാണ് അവർക്ക് ഷോർട്ട് സെല് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഈ ഒരു റേഞ്ചിന്റെ 50%ന്റെ മേളിൽ എവിടാണെങ്കിലും നിങ്ങൾക്ക് ഷോർട്ട് സെല് ചെയ്യാവുന്നതാണ്. ഓക്കെ, കാരണം നമ്മൾ എപ്പോഴും പ്രീമിയത്തിലായിരിക്കണം നമ്മൾ സെല് ചെയ്യുന്നത്, ഡിസ്കൗണ്ടിലായിരിക്കണം ബൈ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു റേഞ്ചിന്റെ പ്രീമിയം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. അപ്പൊ പ്രീമിയത്തിൽ നമുക്ക് ലൈക്ക് ഈ ഒരു ഫസ്റ്റ് പ്രസന്റഡ് ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ ഈ ഒരു പോയിന്റ് ലൈക്ക് ഒരു 75%, ആ ഒരു 75% എന്നുള്ളൊരു ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് വരെ നിങ്ങൾക്ക് സെല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് നിങ്ങൾ ആ ഒരു മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിൽക്കരുത്. പിന്നെ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് പോകാൻ പോകുന്നത് ഏഷ്യൻ ലോയിലേക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വിക്കിലേക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു റേഞ്ച് പിന്നെയും വലുതാവുകയാണ്. അപ്പൊ നമ്മുടെ റേഞ്ച് ഇതാ ഇങ്ങനെയാണ് ആവാൻ പോകുന്നത്. നമ്മുടെ എൻട്രി തൊട്ട് നമ്മുടെ 75% വരെ, ഞാൻ 75% വരെ കൊണ്ടുപോകുന്നില്ല, ഓക്കെ 75% വരെയാണ് നമ്മുടെ എക്സിറ്റ്. അപ്പൊ നിങ്ങൾക്ക് എൻട്രി ചെയ്യാനായിട്ട് പിന്നെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നാലും എൻട്രി ചെയ്യാം, ഇവിടെയും എൻട്രി ചെയ്യാം, ഇവിടെ എൻട്രി ചെയ്യാം, ഇവിടെ എൻട്രി ചെയ്യാം, ഇവിടെ എൻട്രി ചെയ്യാം, ഇവിടെ എൻട്രി ചെയ്യാം. പ്രീമിയത്തിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ പ്രീമിയത്തിൽ നിങ്ങൾക്ക് പൊസിഷൻസ് കിട്ടുന്നു ആ ഒരു പ്രീമിയത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ PDRS വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രീമിയത്തിൽ എങ്ങനെയാണെങ്കിലും എൻട്രി ചെയ്യാം. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ആ ദിവസത്തെ ട്രേഡ്. ആ ട്രേഡ് ക്യാപ്ചർ ചെയ്യാത്തവർക്ക് അടുത്ത ട്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 75%ൽ വന്നിട്ട് ഈ ശ്രദ്ധിച്ച് കേട്ടോ, അതൊരു ബിഗിനേഴ്സിന്റെയും കൂടെ വീഡിയോ ആണ്. സോറി, ബിഗിനേഴ്സിനും കൂടെ കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. ഈ ഒരു കറക്റ്റ് 75%ൽ വന്നു, മാർക്കറ്റ് റിവേഴ്സ് ആയി. നമ്മുടെ ഈ ഒരു ക്യാൻഡലിനെയാണ് ആക്ച്വലി ഓർഡർ ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ഒരു ക്യാൻഡലിനെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. കുറച്ചുകൂടെ ബിഗിനർ ലെവലിൽ വരണമെങ്കിൽ ഈ ലാസ്റ്റ് ഡൗൺ ക്ലോസ് ക്യാൻഡിൽസിനെ നമുക്ക് ഓർഡർ ബ്ലോക്ക് എന്ന് വിളിക്കാം. ഇത് എപ്പോഴാണ് ഓർഡർ ബ്ലോക്ക് ആവുന്നത്? ഒരു ഗ്രീൻ ക്യാൻഡിൽ അതിനെ ഡിസ്പ്ലേസ് ചെയ്ത് പോകുമ്പോഴാണ് ഈ ഒരു റെഡ് ക്യാൻഡിൽസ് നമുക്ക് ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാറുന്നത്. തിരിച്ചാ പ്രൈസ് ആ ഓർഡർ ബ്ലോക്കിൽ വന്നു. ഈ ഒരു റിവേഴ്സൽ എങ്ങനെ കൺഫേം ചെയ്യാം? ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ അകത്ത് ഒരു എന്താ പറയാ ഒരു ഹൈ ഫോം ചെയ്തു, ആ ഹൈ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് ബ്രേക്ക് ചെയ്തു. ആ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് ബ്രേക്ക് ആയത് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തു. ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ പ്രൈസ് തിരിച്ച് വന്നപ്പോൾ നമ്മൾ നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു എൻട്രി നമ്മൾ നമ്മുടെ ഇനിഷ്യൽ കൺസോൾട്ടേഷന്റെ ഹൈ വരെ ടാർഗറ്റ് ചെയ്യുന്നു. ഒരു ബ്യൂട്ടിഫുൾ മാർക്കറ്റ് മേക്കർ ബൈ മോഡലാണ് ഞാൻ ഇവിടെ ഔട്ട്ലൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ആസ് ദാറ്റ്. നമ്മളൊരു പ്രീവിയസ് ഡേയുടെ വിക്കിന്റെ ബേസിൽ വെച്ചിട്ട് നമ്മൾ റിവേഴ്സ് ചെയ്ത് പോയൊരു ഇതാണ് ഒരു ബ്യൂട്ടിഫുൾ മാർക്കറ്റ് മേക്കർ ബൈ മോഡൽ. ഓക്കെ, ഇത്രയും പ്രിസൈസ് ആയിട്ടും ഇത്രയും ലൈക്ക് നിങ്ങൾക്ക് ഇപ്പം ബൈയിങ് ആൻഡ് സെല്ലിംഗ് പ്രഷർ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഒരു എക്സാക്ട് പോയിന്റിൽ ആൾക്കാർ വന്നിട്ട് എല്ലാരും കൂടെ തീരുമാനിച്ച് ബൈ ചെയ്യാന്ന് വിചാരിച്ചു, ആൾക്കാരെല്ലാരും കൂടെ തീരുമാനിച്ച് ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു, ആൾക്കാരെല്ലാരും തീരുമാനിച്ച് ഇവിടുന്ന് ഓക്കെ ഫൈൻ നമുക്ക് ഈ ഒരു മാർക്കറ്റ് മേക്കർ ബൈ മോഡൽ ക്രിയേറ്റ് ചെയ്യാന്ന് ഒരുപാട് ബയേഴ്സും സെല്ലേഴ്സും ആണോ ഡിസൈഡ് ചെയ്തത്? എന്തുകൊണ്ട് ഈ സെല്ല് നീട്ടി കൊണ്ടുപോയില്ല? എന്തിനാ എന്റെ കറക്റ്റ് വാല്യൂ 75%ൽ വന്നപ്പോൾ സെല്ലേഴ്സ് എല്ലാം നിന്നോ? എല്ലാവരും സ്റ്റോപ്പ് ചെയ്തോ? എല്ലാവരും വാങ്ങിക്കാൻ തുടങ്ങിയോ? ദാറ്റ് ഡസൻ മേക്ക് സെൻസ്. അത് ഒട്ടും കോമൺ സെൻസിക്കലല്ല. സോ ഇതാണ് ആൽഗോറിതംസ് ആണ് മാർക്കറ്റ്സ് കൺട്രോൾ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഒരു ഇൻഡിക്കേറ്റേഴ്സിന്റെയും ആവശ്യമില്ല, നിങ്ങൾക്ക് ഒരു ഓർഡർ ഫ്ലോ ചാർട്ടിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നോർമൽ ഓപ്പൺ ഹൈ ലോ ക്ലോസ് ക്യാൻഡിൽ സ്റ്റിക്സ് ചാർട്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. നിങ്ങൾക്ക് മേ ബി വല്ല ഹെൽപ്പിംഗ് ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്യാം, ലൈക്ക് ഡെയിലി റേഞ്ചസ് ഡിവൈഡ് ചെയ്യാനും ഏഷ്യൻ സെഷൻ നോക്കാനും. നിങ്ങൾക്ക് മാനുവലി ചെയ്യാൻ പറ്റാത്ത ജോലികൾ നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് ഒരു ക്യാൻഡിലിനെ ഡൈസെക്ട് ചെയ്ത് അതിന്റെ ഉള്ളിൽ എന്താ നോക്കാനും അതിന്റെ ആവശ്യമില്ല. കാരണം ഈ ഒരു പ്ലെയിൻ ചാർട്ട് വെച്ചാണ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ഇൻഡിക്കേറ്റേഴ്സിന്റെ ആവശ്യമില്ല. സോ ഇതായിരുന്നു ബ്യൂട്ടിഫുൾ ട്രേഡ്. അത് കഴിഞ്ഞ് മാർക്കറ്റ് പിന്നെ റോൾ ഓവർ ആയി, മാർക്കറ്റ് ക്ലോസ് ആയി. സോ
ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഈ ഒരു ക്വാഡ്രൻസിനെ കുറിച്ചും എന്തുകൊണ്ട് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ചൂസ് ചെയ്തു, ലൈക്ക് നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം. ബിഗിനേഴ്സിന് ലൈക്ക് അത്യാവശ്യം ബിഗിനേഴ്സിന്റെ ക്വസ്റ്റ്യൻസും കമന്റ്സും ഇതിനകത്ത് വരുവാണെങ്കിൽ അത് അഡ്രസ് ചെയ്ത് നമ്മുടെ ഡൗട്ട് ക്ലിയറൻസ് വീഡിയോയിൽ നമ്മൾ ഫൈനലി ഒരു ഡൗട്ട് ക്ലിയറൻസ് വീഡിയോയിൽ എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ until then, be safe, trade safe. Bye folks.